ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് IT പാർക്കുകളായ നമ്മുടെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക്, അതുപോലെ കോഴിക്കോടുള്ള സൈബർ പാർക്ക്. ഇവിടെ പ്രവർത്തിച്ചു വരുന്ന വിവിധ കമ്പനികളിലെ ലേറ്റസ്റ്റ് വേക്കൻസീസും, അതുകൂടാതെ നമ്മുടെ സൈലം, എൻട്രി, അതുപോലെ ലുലു ഗ്രൂപ്പിലൊക്കെ ഒരുപാട് വേക്കൻസീസ് ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അതായത് ഏതൊക്കെ പോസ്റ്റിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, അവർ ചോദിക്കുന്ന യോഗ്യത എന്താണ്, എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടോ, എവിടെയൊക്കെയാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, മുതലായ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അതിലേക്ക് കിടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ട് ആണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് ആദ്യത്തെ റിക്രൂട്ട്മെന്റിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം വന്നിട്ടുള്ള വേക്കൻസി എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ പ്രവർത്തിച്ചു വരുന്ന BNX എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഇവിടെ വിവിധ പൊസിഷനിലായിട്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ആംഗുലർ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്, അതേപോലെ പൈത്തൺ ജാങ്കോ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്, QA ലീഡിന്റെ വേക്കൻസി ഉണ്ട്, UI ഡിസൈനറിന്റെ വേക്കൻസി ഉണ്ട്, UX ഡിസൈനറിന്റെ വേക്കൻസി ഉണ്ട്, സീനിയർ കോണ്ടന്റ് റൈറ്ററിന്റെ വേക്കൻസി ഉണ്ട്, പ്രോഡക്റ്റ് അനലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. എല്ലാം എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസീസ് ആണ്. ആംഗുലർ ഡെവലപ്പറിന് 2+ ഇയേഴ്സ് ആണ് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്, പൈത്തൺ ജാങ്കോന് 2+ ഇയേഴ്സ്. അങ്ങനെ ആ ഒരു പൊസിഷന്റെ അടിയിൽ കൊടുത്തതാണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ആ ഒരു മേഖലയിലുള്ള റെലവെന്റ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്നുകൂടി നോട്ട് ചെയ്യുക, ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ആംപ്ലിറ്റ്യൂഡ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഇവിടെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനും അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുമാണ് അവർ ഹയർ ചെയ്യുന്നത് എന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനെയാണ് ഹയർ ചെയ്യുന്നത്. 5 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അത് സെയിൽസിൽ വേണമെന്ന് അവർ പറയുന്നുണ്ട്. വർക്ക് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ് വരുന്നത്. അഡ്വാൻറ്റേജ്, എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ സോഫ്റ്റ്വെയർ ഫേംസിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്ന് അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലുള്ള യൂറോലൈം എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഇവിടെ DevOps എഞ്ചിനീയറിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. വർക്ക് ലൊക്കേഷൻ കൊച്ചി ഇൻഫോ പാർക്കിലാണ്. 3 to 8 ഇയേഴ്സ് ആ ഒരു മേഖലയിലെ റെലവെന്റ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. സ്കിൽസ് റിക്വയർഡ് ഒക്കെ അവർ പറയുന്നുണ്ട്. സോ ആ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഇത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിൽ പ്രവർത്തിച്ചു വരുന്ന വ്യൂസ് കൺസെപ്റ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. 1+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. പൈത്തൺ ജാങ്കോ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 2 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. റിയാക്ട് നാറ്റീവ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 3+ഉം 1+ഉം ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്രാഫിക് ഡിസൈനറിന്റെ വേക്കൻസി ഉണ്ട്. 1 to 2 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 3+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഡോ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. അതുപോലെ .NET ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. സീനിയർ ഓഡോ ഡെവലപ്പറിന്റെ ഒക്കെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. വർക്ക് ലൊക്കേഷൻ വരുന്നത് ഗവൺമെന്റ് സൈബർ പാർക്ക് കാലിക്കറ്റ് ആണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ്. കോഴിക്കോട് സൈബർ പാർക്കിലുള്ള VIKN കോഡ്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. .NET ഡെവലപ്പർ, അത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. 0 to 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതുകൂടാതെ പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 1 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. ഈ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സൈലമിലാണ്.
സൈലമിൽ ഇപ്പോൾ നീറ്റ് അഥവാ ജെഇ +2 എൻട്രൻസിന്റെ കോച്ചിങ്ങിന് ക്ലാസ് എടുക്കാൻ ഫാക്കൽറ്റീസിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. വിവിധ സബ്ജക്ട്സിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. കെമിസ്ട്രിയിൽ വേക്കൻസി ഉണ്ട്, ഫിസിക്സിൽ വേക്കൻസി ഉണ്ട്, ബോട്ടണിയിൽ വേക്കൻസി ഉണ്ട്, സുവോളജിയിൽ വേക്കൻസി ഉണ്ട്, മാത്തമാറ്റിക്സിലൊക്കെ വേക്കൻസി ഉണ്ട്. ഇതിനവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എംടെക് അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ MSc ആണ്. ഈ ഒരു മേഖലയിൽ പ്രവൃത്തി പരിചയം വേണമെന്നൊന്നും അവർ പറയുന്നില്ല, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എൻട്രിയിലാണ്. എൻട്രിയിൽ ഇതൊരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആണ്. ഹിന്ദി പ്രീസെയിൽസ് എക്സിക്യൂട്ടീവിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. ഇതിൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ മെയിൻലി സെയിൽസ് തന്നെയാണ് വരുന്നത്. എൻഗേജ് വിത്ത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഇൻ ഹിന്ദി സ്പീക്കിംഗ് റീജിയൻസിലാണ് മെയിൻലി വരുന്നത്. ആസിസ് കസ്റ്റമേഴ്സ് ത്രൂ ഔട്ട് ദ പ്രീ സെയിൽസ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. റിക്വയർമെന്റ് ഹിന്ദിയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറയുന്നുണ്ട്, വിത്ത് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ഫോർ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ. സോ ഹിന്ദിയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്കുള്ള ഒരു ഓപ്ഷനാണ്, വർക്ക് ഫ്രം ഹോം ഓപ്ഷനാണ് ഇത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ലുലു ഗ്രൂപ്പിലാണ്. ലുലു ഗ്രൂപ്പിന്റെ കോയമ്പത്തൂർ ലൊക്കേഷനിലാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത്. അസിസ്റ്റന്റ് മാനേജർ അഥവാ ഇൻചാർജിന്റെ പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. 3+ years എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനാണ് അവർ ഹയർ ചെയ്യുന്നത്. അത് ഇലക്ട്രിക്കൽസിലോ മൊബൈൽസിലോ IT-ലോ ഹോം ഫർണിഷിംഗ് മേഖലയിലോ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഹയർ ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് ഗ്രാജുവേഷൻ ആൻഡ് അബവ് ആണ്. MBA ഉണ്ടെങ്കിൽ അത് കൂടുതൽ പ്രിഫറബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. ഈ വേക്കൻസി വന്നിട്ടുള്ളത് കോയമ്പത്തൂരിലാണ് വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID hr9416@lulugroupindia.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, വിവിധ കമ്പനികളിലായിട്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസീസ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.